ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിയ എന്ന ചാപ്റ്ററിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what do you think about Polia's character? Make a brief character sketch. Justify your points with examples. എന്താണ് പോളിയയുടെ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാം? നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലേ പോളിയയുടെ ക്യാരക്ടറിനെ കുറിച്ച്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിൻറ്സും അതുപോലെ ഇവിടെ താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അവയിൽ തന്നിട്ടുള്ള പോയിൻറ്സും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റിഫൈ യുവർ പോയിൻറ്റ്സ് വിത്ത് എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് എന്താണ് ഓരോ ക്യാരക്ടർ ഓരോ സ്വഭാവങ്ങൾ പറയുന്ന ഓരോ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലേ, അവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ താഴെ എന്തൊക്കെ പോയിൻറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് വരുന്നത് ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ നിഷ്കളങ്കമായ സ്വഭാവമാണ് അല്ലേ. അടുത്തത് ഇല്ലിട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ, സാക്ഷരതയില്ല അല്ലേ, എന്ന് വെച്ചാൽ എഴുത്തും വായനയൊന്നും അറിയാത്ത ഒരു ആളാണ്. നെക്സ്റ്റ് ഇൻ്റലിജൻ്റ് ആണ്, നല്ല ബുദ്ധിയുള്ള ഒരാളാണ് അല്ലേ. അടുത്തത് സെൻസിബിൾ എന്ന് വെച്ചാൽ എന്താ, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സെൻസിൽ എടുക്കാൻ കഴിയുന്ന ഒരാളാണ്. നെക്സ്റ്റ് ക്ലവറാണ്. അടുത്തത് ഡിറ്റർമൈൻഡ് ആണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഉറച്ച ഒരു തീരുമാനമുള്ള ഒരാളാണ് അല്ലേ. നെക്സ്റ്റ് സെൻസിറ്റീവാണ്, ഭയങ്കര സെൻസിറ്റീവായ മൈൻഡാണ് അല്ലേ. നെക്സ്റ്റ് ആംബീഷ്യസ് എന്ന് വെച്ചാൽ എന്താ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന, തീവ്രമായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ്. പോളിയ വാസ് ആൻ ഇന്നസെൻറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് വുമൺ. ഷീ കുഡിൻറ്റ് എവൻ റൈറ്റ് ഹെർ നെയിം. എന്താണ്, പോളിയ ഇന്നസെൻ്റ് ആണ്, അതുപോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു വുമണാണ്. എന്താണ്, എഴുതാനും വായിക്കാനും ഒന്നും അവർക്കറിയത്തില്ല. ബട്ട് ഷി വാസ് വെരി ഇൻ്റലിജൻ്റ് ആൻഡ് സെൻസിബിൾ. പക്ഷേ അവരെന്താ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ സെൻസിബിളുമാണ്. നെക്സ്റ്റ്, ബിക്കോസ് ഷീ ഡിഡിൻ ആസ്ക് ഹെർ ഹസ്ബൻഡ് എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദി ലെറ്റർ. കാരണം എന്താണ്, അവർ ആ ലെറ്ററിനെ കുറിച്ച് ഒരു കാര്യം അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഷി വാസ് സെൻസിബിൾ എനഫ് ടു understand what might lead to a quarrel. She handled that situation cleverly. ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വഴക്കാവുന്ന അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് അത് ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്തത്. ഷി വാസ് വെരി ഡിറ്റർമൈൻഡ്. ഹെർ ഡിസിഷൻ ടു ലേൺ പ്രൂവ്ഡ് ഹെർ ഡിറ്റർമൈൻഡ് മൈൻഡ്. എന്താണ്, അവർ ഡിറ്റർമൈൻഡ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അവരെന്താ, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തല്ലോ, അതിലൂടെ തന്നെ നമുക്ക് അവരുടെ ഡിറ്റർമൈൻഡ് മൈൻഡ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഷി വാസ് സെൻസിറ്റീവ് ഇൻ ഹെർ ഫാമിലി ലൈഫ്. ഫാമിലി ജീവിതത്തിൽ, കുടുംബത്തിൽ അവരെന്താ ഭയങ്കര സെൻസിറ്റീവാണ്. ഷി വാസ് ആങ്ഷ്യസ് എബൌട്ട് ഹെർ ഹസ്ബൻഡ്സ് ചേഞ്ച് ഇൻ ക്യാരക്ടർ. അവരുടെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറിൽ, സ്വഭാവങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റം കണ്ടിട്ട് അവരൊത്തിരി ആങ്ഷ്യസ് ആണ്. ഹെർ ആംബീഷ്യസ് മൈൻഡ് വാസ് ദ ഫോഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ഓഫ് ദി ലെറ്റർ. ആ ലെറ്ററിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ഉറപ്പിച്ചില്ലേ, ഒരു ഉറച്ച തീരുമാനം എടുത്തൂലേ, അതിലൂടെ നമുക്ക് ആംബീഷ്യസ് മൈൻഡ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സെക്കൻഡ് ആക്ടിവിറ്റി, ഡു യു തിങ്ക് പോളിയ വുഡ് ഹാവ് എവർ ബിക്കം ലിറ്ററേറ്റ് ഇഫ് ഷീ ഹാഡ് നോട്ട് കം അക്രോസ് മരിയാസ് ലെറ്റർ ടു ഹെർ ഹസ്ബൻഡ്? വൈ ഡു യു തിങ്ക് സോ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. ഗിവ് റീസൺസ്. എന്താണ്, ഈ പോളിയയ്ക്ക് ആ മറിയയുടെ ആ കത്തിലെ ആ ലെറ്റർ പോളിയ കണ്ടിട്ടുണ്ടായിട്ടില്ല എങ്കിൽ ഒരിക്കലും പോളിയ എന്താ എഴുതാനും വായിക്കാനും ഒന്നും പഠിക്കുകയില്ലായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്, പോളിയ ആ ലെറ്റർ കണ്ടതുകൊണ്ട് മാത്രമാണോ പോളിയ എന്താണ് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് എഴുതുക. അതിനുള്ള റീസൺ, കാരണം എന്താ വെച്ചാൽ അതും എഴുതാനാണ്. യെസ്, ഐ തിങ്ക് സോ, ബിക്കോസ് വെൻ ഷീ നോട്ടീസ്ഡ് ദി ലെറ്റർ ഷീ വാസ് ക്യൂരിയസ് ടു നോ അബൌട്ട് ദ കണ്ടൻറ് ഓഫ് ദി ലെറ്റർ. സെൻസിബിൾ മൈൻഡ് മെയ്ഡ് ഹെർ തിങ്ക് ടു ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്.
എന്താണ്? അതെ, എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അവർ ആ ലെറ്റർ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എഴുതാനും വായിക്കാനൊന്നും പഠിക്കാൻ തീരുമാനിക്കില്ലായിരുന്നു അല്ലേ? അതെന്താണ്? ആ ലെറ്റർ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് എന്താ ലെറ്റർ കണ്ടപ്പോൾ എന്താണ് ആ ലെറ്റർ അവർ കണ്ടപ്പോൾ അവർക്ക് ആ ലെറ്ററിലെ കണ്ടൻറ്റ് അതിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷയായി അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എഴുത്തും വായനയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ എന്താണ് എഴുത്തും വായനയൊക്കെ പഠിക്കണം, അതിലുള്ള കണ്ടൻറ്റ് എന്താണ് വായിക്കണം എന്നൊക്കെ തോന്നിയതുകൊണ്ട് മാത്രമാണ് അല്ലേ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരിക്കലും അവർ ആ ലെറ്റർ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും എന്താ ജീവിതത്തിൽ അവരൊരിക്കലും ചിലപ്പോൾ വായിക്കാനും എഴുതാനും പഠിച്ചിട്ടുണ്ടാവില്ല. തേർഡ് ആക്ടിവിറ്റി, യു ഹാവ് ലേൺഡ് സംതിങ് അബൌട്ട് ദ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതെ, മീഡിയയെക്കുറിച്ച് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നൗ ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് എ മീഡിയ ലാബ് ഇൻ യുവർ സ്കൂൾ. ഇനി എന്താണ്, നമ്മുടെ സ്കൂളിൽ ഒരു മീഡിയ ലാബ് സെറ്റ് ചെയ്യാണ്. വാട്ട് മൈറ്റ് ബി ദ അറേഞ്ച്മെൻറ്റ്സ് നീഡഡ്. അതിന് എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്? താഴെ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കമ്പ്യൂട്ടേഴ്സ് വേണം, അതുപോലെ എന്താ ഇൻ്റർനെറ്റ് വേണം. വേറെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? മോഡം വേണം, വൈഫൈ കണക്ഷൻ വേണം, പിന്നെ പ്രൊജക്ടർ, ടെലഫോൺ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, അതുപോലെ ബുക്സ്, ഇങ്ങനെയെല്ലാം ആവശ്യമുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഫോർത്ത് ആക്ടിവിറ്റി, ആസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് യു ക്യാൻ പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രിപ്പയർ എ വാൾ ന്യൂസ് പേപ്പർ. ഒരു വാൾ ന്യൂസ് പേപ്പർ തയ്യാറാക്കുകയാണ്. വാട്ട് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അതിൽ എന്തെല്ലാമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണ്? എഡിറ്റോറിയൽ വേണം, അതുപോലെ ആർട്ടിക്കിൾസ് വേണം. വേറെ ഇനി എന്തെല്ലാം ആഡ് ചെയ്യണം? നെക്സ്റ്റ് എന്തെല്ലാം എഴുതാം? ന്യൂസ്, അതുപോലെ സ്പോർട്സ് ന്യൂസുകൾ, അതുപോലെ അവാർഡ്സുകൾ, ഇവയെല്ലാം നമ്മളതിൽ ആഡ് ചെയ്യണം അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പോളിയ വാസ് ഇനീഷ്യലി ഇല്ലിറ്ററേറ്റ്, ഫൈനലി ഷി ബിക്കേം ലിറ്ററേറ്റ്. തുടക്കത്തിൽ എന്താ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു അല്ലേ? സാക്ഷരത ഇല്ലാത്ത ഒരാളായിരുന്നു. ഫൈനലി അവസാനം എന്തായി? ഷി ബിക്കം ലിറ്ററേറ്റ്. പിന്നീട് എന്താ? ലിറ്ററേറ്റ് ആയി, സാക്ഷരത നേടിയല്ലേ? ദി വേർഡ് ഇല്ലിറ്ററേറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ലിറ്ററേറ്റ്. ഈ ഇല്ലിറ്ററേറ്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ലിറ്ററേറ്റ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് അതിന് വരുന്നത് അല്ലേ? അതുപോലെ ജസ്റ്റ് ആസ് ഫൈനലി ഈസ് ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇനീഷ്യലി. അതുപോലെ ഫൈനലി എന്ന വേർഡ് ഇനീഷ്യലി എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആർ ആൻറ്റോണിംസ്. എന്താ? ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, ഈ 2 വേർഡ്സ് എന്താ? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഇവയെ നമ്മൾ ആൻറ്റോണിംസ് എന്നാണ് പറയുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട്, ആൻ ആൻറ്റോണിം ഈസ് എ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനദർ വേർഡ്. ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താ? ഒരു വേർഡാണ്. അത് വേറൊരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആൻറ്റോണിം എന്ന് പറയുന്നത്. ഹിയർ ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ ആൻറ്റോണിംസ്, മാച്ച് ദം. താഴെ എന്താ? ഒരു സെറ്റ് എന്താ? ആൻറ്റോണിംസ് കൊടുത്തിട്ടുണ്ട്. അവ തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ഫസ്റ്റ് കോളത്തിൽ വേർഡ്സ്, സെക്കൻഡ് കോളത്തിൽ ആൻറ്റോണിംസ്. ഇനി എന്താ? ഇവ തമ്മിൽ മാച്ച് ചെയ്യുക. ഫസ്റ്റ് വേർഡ് ഏതാ? അറൈവ്. അറൈവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഡിപ്പാർട്ടാണ്. അസ്ലീപ്പിൻ്റെത് അവെയ്ക്കാണ്. നെക്സ്റ്റ് ഫോർഗെറ്റ്, അതിൻ്റെത് എന്താ? റിമെമ്പർ. നെക്സ്റ്റ് ഹെയ്റ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ലവ്. മോഡേൺ, അതിൻ്റെ ഓപ്പോസിറ്റ് ആൻസിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, എ ഫ്യൂ സെൻറ്റൻസസ് ആർ ഗിവൺ ഇൻ കോളം എ. കോളത്തിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. റീറൈറ്റ് ദം ഇൻ കോളം ബി. അതെന്താ? കോളം ബിയിലേക്ക് റീറൈറ്റ് ചെയ്താനും മാറ്റി എഴുതാനും. എങ്ങനെ മാറ്റി എഴുതണം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് ദെയർ ആൻറ്റോണിംസ്. എന്താ? അണ്ടർലൈൻ ചെയ്ത വേർഡ്സിൻ്റെ ആൻറ്റോണിംസ് എഴുതിയിട്ട് ആ വേർഡിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതാനാണ്. ഓക്കെ, ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ദ ടീച്ചർ ലൈക്സ് സ്റ്റുഡൻസ് ഹൂ കം ഏർലി ടു സ്കൂൾ. ടീച്ചർക്ക് സ്കൂളിലേക്ക് നേരത്തെ വരുന്ന കുട്ടികളെ എന്താണ്? ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അതിലേതാണ്? ഏർലി എന്നുള്ള വേർഡാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളത്. ഏർലിയുടെ ഓപ്പോസിറ്റ് എന്താ? ലേറ്റ് ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ദ ടീച്ചർ ലൈക്സ് ഉള്ളിടത്ത് ഡിസ്ലൈക്സ് ആവണം. ഡിസ്ലൈക്സ് സ്റ്റുഡൻസ്
ഹു കം ലേറ്റ് ടു സ്കൂൾ. സ്കൂളിലേക്ക് ലേറ്റായിട്ട് വരുന്ന കുട്ടികളെ ടീച്ചർക്ക് ഇഷ്ടമല്ല. നെക്സ്റ്റ് അടുത്ത വേർഡ് ദ വെസൽസ് ആർ ക്ലീൻ. ദ വെസൽസ് പാത്രങ്ങളെല്ലാം ക്ലീൻ ആണെന്ന്. അപ്പോൾ ആ ക്ലീൻ എന്ന വേർഡാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ക്ലീൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ എഴുതാം? ഡേർട്ടി എന്നോ അൺക്ലീൻ എന്നോ ഒക്കെ എഴുതാം. ഓക്കെ, ദി വെസൽസ് ആർ ഡേർട്ടി. നെക്സ്റ്റ് മൂന്നാമത്തത് ലൈക്ക് ഹിം ഐ ഓൾവേസ് ഫിനിഷ് മൈ ഹോംവർക്ക് ഓൺ ടൈം. അതെ, അവനെ പോലെ തന്നെ ഞാനും എൻ്റെ ഹോംവർക്ക് നേരത്തിന് കറക്റ്റായിട്ട് ചെയ്യാറുണ്ടെന്ന് പറയാണ്. അപ്പോൾ അതിൽ എന്താ ഫിനിഷാണ് അതിൽ ചേഞ്ച് ചെയ്യുന്നത്. ഫിനിഷിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് എഴുതാം? അൺഫിനിഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ഹിം ഐ ഓൾവേസ് സ്റ്റാർട്ട് മൈ ഹോംവർക്ക് ഓൺ ടൈം, അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ ഷീ വർക്ക്സ് ആസ് എ ടെമ്പററി ക്ലർക്ക് ഇൻ ദ കമ്പനി. അവളെന്താണ് ആ കമ്പനിയിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിന് എങ്ങനെ എഴുതാം? അതിൽ ടെമ്പററി ആണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. ടെമ്പററിയുടെ ഓപ്പോസിറ്റ് എന്താ? പെർമനൻറ്റ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഷീ വർക്ക്സ് ആസ് എ പെർമനൻറ്റ് ക്ലർക്ക് ഇൻ ദ കമ്പനി. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദർ ഈസ് ഓർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് പ്രസൻറ്റ്. എന്താണ്? ടീച്ചർ ക്ലാസ്സിൽ പ്രസൻ്റ് ആണെങ്കിൽ ക്ലാസ്സിൽ എന്താ നല്ല ഓർഡറായിട്ട് കറക്റ്റായിട്ടൊക്കെയാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെ? ഈ ഓർഡർ എന്ന വേർഡാണ് അതിൽ ചേഞ്ച് വരുത്തുന്നത്. ഓർഡറിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം? ഡിസോർഡർ. ദർ ഈസ് ഡിസോർഡർ ഇൻ ദ ക്ലാസ് വെൻ ദ ടീച്ചർ ഈസ് ആബ്സെൻറ്റ്. ടീച്ചർ ആബ്സെൻ്റ് ആണെങ്കിൽ ക്ലാസ്സിൽ എന്താ മൊത്തത്തിൽ ഡിസോർഡർ ആണ് ഈ കാര്യം അല്ലേ? താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ആൻറ്റോണിംസ് ആർ യൂഷ്വലി ഫോംഡ് ബൈ ആഡിങ് പ്രിഫിക്സസ് സച്ച് ആസ് മിസ്, ഡിസ്, അൺ, ഇം, ഇർ, ഇൻ, എക്സെട്ര. ഫോർ എക്സാമ്പിൾ എന്താ? ആൻറ്റോണിംസിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ പ്രിഫിക്സ് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് പ്രിഫിക്സ് എന്ന് വെച്ചാൽ ഒരു വേർഡിൻ്റെ മുന്നേ ആഡ് ചെയ്യുന്നത്. പ്രീ എന്ന് പറയുമ്പോൾ മുന്നേ ആണല്ലോ വരുന്നത് അല്ലേ? മുന്നേ ഫിക്സ് ചെയ്യുന്നത് അതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ബിഹേവ് എന്നതിൻ്റെ ഫ്രണ്ടിൽ മിസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ്? മിസ് ബിഹേവ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് കണക്റ്റ് എന്ന വേർഡിന് മുന്നിൽ ഡിസ് എന്ന് ആഡ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ്, അത് പ്രിഫിക്സ് ആണ് ഡിസ്. നെക്സ്റ്റ് കൈൻഡ് എന്ന വേർഡിന് അൺകൈൻഡ് ആക്കിയിട്ടുണ്ട്. പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? മിസ്, ഡിസ്, അൺ, ഇം, ഇർ, ഇൻ, എക്സെട്ര. ഇനി എന്താ? എ ഫ്യൂ പ്രിഫിക്സസ് ആർ ഗിവൺ ഇൻ കോളം എ. യൂസിങ് ദ പ്രിഫിക്സസ് ഇൻ കോളം എ റൈറ്റ് ദ ആൻറ്റോണിംസ് ഓഫ് ദി വേർഡ്സ് ഇൻ കോളം ബി. യു മേ യൂസ് എ ഡിക്ഷണറി. ഓക്കെ, എന്താ? താഴെ 2 കോളംസ് തന്നിട്ടുണ്ട്. അതിൽ എ കോളത്തിൽ എന്താ ഒത്തിരി പ്രിഫിക്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ബി കോളത്തിൽ ഒത്തിരി വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ എ കോളത്തിൽ നിന്ന് കറക്റ്റ് മാച്ചായിട്ട് വരുന്ന പ്രിഫിക്സ് ഈ വേർഡ്സിൻ്റെ മുന്നിൽ ആഡ് ചെയ്ത് എഴുതാനാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്ഷണറിയൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഫസ്റ്റ് വേർഡ് അതാണ്, റെഗുലറാണ്. അതിന് നമ്മൾ ഇറും അതിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നു. അതിന് മാച്ചായിട്ട് ഏതാ? ഇർ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വായിക്കും? ഇറഗുലർ എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പെർഫെക്റ്റ് എന്ന വേർഡാണ്. അതിനും ഫ്രണ്ടിൽ ഇമ്മാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇംപെർഫെക്റ്റ് ആവും. അടുത്ത വേർഡ് സേഫ്, അതിന് അൺസേഫ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് സഫിഷ്യൻ്റ് എന്നത് ഇൻസഫിഷ്യൻ്റ് ആകുന്നു. അഡ്വാൻറ്റേജ് എന്നത് ഡിസഡ്വാൻറ്റേജ് ആകുന്നു. അടുത്തത് ഇൻ്റർപ്രറ്റ്, മിസ് ഇൻ്റർപ്രറ്റ് ആകുന്നു. നെക്സ്റ്റ് ലിറ്ററേറ്റ്, അത് ഇല്ലിറ്ററേറ്റ് ആകുന്നു. കറക്റ്റ്, ഇൻകറക്റ്റ്. അപ്പിയർ, ഡിസപ്പിയർ. കോൺഷ്യസ്, അൺകോൺഷ്യസ്. ലെഗിറ്റിമേറ്റ്, ഇല്ലെഗിറ്റിമേറ്റ്. ഹ്യൂമൺ, ഇൻഹ്യൂമൺ. ന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റീഡ് ആൻഡ് അനലൈസ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി പാസേജ് ദി ടെലിവിഷൻ. ദി ടെലിവിഷൻ എന്ന പാസേജിൽ വന്നിട്ടുള്ള സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതൊന്ന് വായിച്ച് നോക്കാം. എന്താണ്? ദി റേഡിയോ വാസ് ഇൻ ഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദി ടെലഗ്രാഫ് വിച്ച് വാസ് ഇൻവെൻറ്റഡ് ബൈ കുക്ക് ആൻഡ് വിറ്റ്സ്റ്റോൺ ഇൻ 1835. റേഡിയോ എന്ന് പറയുന്നത് എന്താ? ടെലഗ്രാഫിൽ നിന്ന് ഡെവലപ്പായിട്ട് വന്നിട്ടുള്ളതാണ്.
അത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് കൂക്കും അതുപോലെ ആരാ വീറ്റ്സ്റ്റോണും കൂടി 1835 ഓക്കെ. ലെറ്റസ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് ഇൻറ്റു 2. ഇതിനെ നമ്മൾ 2 സെൻറ്റൻസ് ആക്കി എഴുതാണ്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് എന്താ, റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ട് 2 സെൻറ്റൻസ് എന്താ ചേർത്ത് എഴുതിയിട്ടുള്ളതാണ്. അതിലേതാ റിലേറ്റീവ് പ്രൊനൗൺ വരുന്നത് ഏതാ, വിച്ച് ആണ് അല്ലേ. വിച്ചിൻ്റെ അതുവരെയുള്ളത് ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം. എങ്ങനെ എഴുതും, ദ റേഡിയോ വാസ് ഇൻ ഫാക്ട് ഡെവലപ്ഡ് ഫ്രം ദി ടെലഗ്രാഫ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് അതെങ്ങനെ എഴുതാം. ആദ്യം സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലെന്ത് വേണം, നമ്മൾ ആ വിച്ച് അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, നമുക്ക് ഒരു സബ്ജക്റ്റ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം, ഇവിടെ സബ്ജക്റ്റ് വരുന്നത് സിംഗുലറാണ്. അപ്പോൾ അവിടെ ഇറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ കൂക്ക് ആൻഡ് വീറ്റ്സ്റ്റോൺ ഇൻ 1835. ഇങ്ങനെ എഴുതാം. സി വാട്ട് ഹാപ്പൻസ് വെൻ ദീസ് 2 sentences ആർ കമ്പൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ 2 സെൻറ്റൻസസ് കമ്പൈൻ ചെയ്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് എഴുതാനാണ് മൈ ഫൈൻഡിങ്സ് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ. എന്താണെന്ന് വെച്ചാൽ താഴെ എഴുതുക. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ദി റിലേറ്റീവ് പ്രോനൗൺ വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ദി സെൻറ്റൻസസ്. എന്താ, അതെ, ഇതിൽ റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, 2 സെൻറ്റൻസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. നെക്സ്റ്റ് എന്താ, ദി സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് വിച്ച് ഡിസ്ക്രൈബ്സ് ദ വേർഡ് ടെലഗ്രാഫ്. വിച്ച് എന്ന വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനു പറയാൻ വേണ്ടിയിട്ടാണ്, അതെ, ആ ടെലഗ്രാഫിന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ദി കമ്പൈൻഡ് സെൻറ്റൻസ് ഗിവ് ആസ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദി ടെലഗ്രാഫ്. അതെ, ആ കമ്പൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ആ സെൻറ്റൻസിലൂടെ ടെലഗ്രാഫിനെ പറ്റി ഒത്തിരി വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കിതൊന്ന് കാണാൻ കഴിയുന്നത് അല്ലേ. നെക്സ്റ്റ്, എക്സാമിൻ ദി ഫോളോവിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസസ് എന്താ, അതൊന്ന് എക്സാമിൻ ചെയ്യാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ. എന്താണ്, ഇറ്റ് വാസ് എ സ്കോട്ട്സ്മാൻ നെയ്മഡ് ജെയിൽബേർഡ് ഹു ഇൻവെൻറ്റഡ് ദ ടെലിവിഷൻ. എന്താണ് സ്കോട്ട്സ്മാൻ, ഒരു സ്കോട്ട്സ്മാൻ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ജെയിൽബേർഡ്. അദ്ദേഹമാണ് ടെലിവിഷൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, മോസ്റ്റ് ഓഫ് ദ പീജിയൻസ് ദാറ്റ് വർ യൂസ്ഡ് ഫോർ ക്യാരിയിങ് മെസ്സേജസ് ഹാഡ് എ സെൻസ് ഓഫ് റൈറ്റ് ഡയറക്ഷൻ. എന്താണ് മെസ്സേജസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പീജിയൻസിന്, പ്രാവുകളെ യൂസ് ചെയ്തിരുന്നല്ലോ അല്ലേ. അവർക്ക് കറക്റ്റ് ഡയറക്ഷനൊക്കെ അറിയാമായിരുന്നു അല്ലേ. നെക്സ്റ്റ്, ലോങ് എഗോ ബേർഡ്സ് യൂസ്ഡ് ടു ക്യാരി മെസ്സേജസ് വിച്ച് വർ ക്ലിപ്ഡ് ടു ദെയർ വിങ്സ്. പണ്ട് ബേർഡ്സിനെ എല്ലാം ഉപയോഗിച്ചിരുന്നു മെസ്സേജസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ബേർഡ്സിൻ്റെ വിങ്സിൽ, ചിറകിൽ കെട്ടി കൊടുക്കായിരുന്നു, ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, എന്താണ് ഈ വേർഡ്സിൽ വന്നിട്ടുള്ള പ്രത്യേകത, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ വേർഡ്സ് എല്ലാം റിലേറ്റീവ് പ്രോനൗൺ ആഡ് ചെയ്ത് വന്നിട്ടുള്ള വേർഡ്സ് ആണ് അല്ലേ. ഫസ്റ്റ് വേർഡിൽ നോക്കൂ, ഇറ്റ് വാസ് എ സ്കോട്ട്സ്മാൻ നെയ്മഡ് ജെയിൽബേർഡ് ഹു ഇൻവെൻറ്റഡ് ദ ടെലിവിഷൻ. അവിടെ കണ്ടില്ലേ, 2 സെൻറ്റൻസിനെ ഒന്നാക്കിയതാണ്. അവിടെ ഹു വന്നിട്ടുണ്ട് അല്ലേ. ഹു എന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിൽ ഏതാ വരുന്നത്, മോസ്റ്റ് ഓഫ് ദ പീജിയൻസ്, ദാറ്റ്, അതിൽ ദാറ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് അടുത്തതിലോ, ലോങ് എഗോ ബേർഡ്സ് യൂസ്ഡ് ടു ക്യാരി മെസ്സേജസ് വിച്ച് വേർ, അവിടെ ഏതാ വിച്ച് വരുന്നത്, അതും റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഇനി താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ഔട്ട് ഫ്രം ദി പാസേജ് യു ഹാവ് റീഡ് സിമിലർ സെൻറ്റൻസസ് വിത്ത് റിലേറ്റീവ് പ്രോനൗൺസ്. നമ്മൾ വായിച്ചിട്ടുള്ള പാസേജുകൾ എന്ന് വെച്ചാൽ യൂണിറ്റിൽ നിന്ന്, നമ്മൾ ചാപ്റ്ററിൽ നിന്ന് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്ത് വരുന്ന സെൻറ്റൻസുകൾ കണ്ടുപിടിച്ച് താഴെ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, ഒരു സെൻറ്റൻസ്, ബട്ട് ഇറ്റ് വാസ് ചാൾസ് ബാബേജ് ഓഫ് ഇംഗ്ലണ്ട് ഹൂ മെയ്ഡ്, കണ്ടില്ലേ, ഹൂ അവിടെ വന്നിട്ടുണ്ട്, ഹൂ മെയ്ഡ് ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് മെഷീൻ. ഇനി അടുത്തത്, ദി മെയിൽ വാസ് ക്യാരിഡ് ഇൻ 4 letter boxes വിച്ച്, കണ്ടില്ലേ, വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് വർ അറ്റാച്ച്ഡ് ടു എ സ്പെഷ്യൽ സാഡിൽ ബ്ലാങ്കറ്റ്. ഓക്കെ, ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എലിസിറ്റ് റെസ്പോൺസസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫിൽ ഇൻ ദ കോളം. ഇവിടെ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരോ അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതിനുള്ള ആൻസറോ ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഫിൽ ചെയ്യാനും
ആ സെൻറ്റൻസിനെ മാറ്റി എഴുതാനാണ് വരുന്നത്. വൺ ഓഫ് യുവർ ആൻസേഴ്സ് മേ ബി ലൈക്ക് ദിസ്. ഏതാണ് ഇതിൽ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് ഏത് ക്വസ്റ്റ്യൻ്റെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് അല്ലേ? സംവൺ ഹൂ സ്ലീപ്സ് മോർ ദാൻ 8 hours എ നൈറ്റ്. എന്താണ് സംവൺ എന്നുള്ളിടത്ത് നമ്മൾ മാറ്റി എഴുതാനുള്ളത് ഈ രാത്രിയിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന ആൾ ആരാണെന്നാണ്. ആ സംവൺ എന്നുള്ളിടത്ത് പേരാക്കിയിട്ട് മാറ്റി എഴുതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? രാഹുൽ ഈസ് ദ വൺ ഹൂ സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 hours നൈറ്റ്. ഇവിടെ സംവൺ എന്നുള്ളിടത്ത് എന്താണ് ഈസ് ദ വൺ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? പേര് ആഡ് ചെയ്തിട്ട് രാഹുൽ ഈസ് ദ വൺ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് എന്താ? നെയിം ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. എന്താണ് ഒരാൾ ആരാണ് പെറ്റ്, പെറ്റായിട്ട് കാറ്റിനെ വളർത്തുന്നത് ആരാണ്? അനിൽ ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ കാറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ അവരെ പേര് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ ബോയ് ഓർ ഗേൾ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോയ് അല്ലെങ്കിൽ ഗേൾ അതാരാണ്? ശിവ ഈസ് ദ ഗേൾ ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, സംവൺ ഹൂ റീഡ്സ് മോർ ദാൻ യു ഡു. നിങ്ങൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ വായിക്കുന്നത് ആരാണ്? എന്തെഴുതാം? അനിക ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു. ഇവിടെ ആരാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേരാണ് കേട്ടോ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ സംവൺ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതിയിരുന്നത്? ആ പേര് ആഡ് ചെയ്തിട്ട് ഈസ് ദ വൺ എന്ന് എഴുതി. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, സംവൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ യു. നിങ്ങളെക്കാളും കൂടുതൽ മ്യൂസിക്കൽ ഒത്തിരി പാട്ട് പാടാൻ അറിയുന്നത് ആർക്കാണ്? ധന്യ ഈസ് ദ വൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ മീ. ഇനി സിക്സ്ത് വൺ, ദി കളർ വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? റെഡ് ഈസ് ദ കളർ വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ്. ഇനി സെവൻത്ത് വൺ, ദി സബ്ജക്റ്റ് വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ദി സബ്ജക്റ്റ് എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് എന്നാക്കിയിട്ട് ഇംഗ്ലീഷ് ഈസ് ദ സബ്ജക്റ്റ് ഐ ലൈക്ക്ഡ് മോസ്റ്റ് എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എയ്ത്ത് വൺ, സംവൺ ടു ഹൂം യു ഗിവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ആർക്കാണ്? രവി ഈസ് ദ വൺ ടു ഹൂം ഐ ഗാവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആർക്കാണ് കൊടുത്തിട്ടില്ല വെച്ചാൽ അവരുടെ പേര് അവിടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇനി നയൻത്ത് വൺ, എ പ്ലേസ് വേർ യു വുഡ് ലൈക്ക് ടു സ്പെൻഡ് യുവർ ഹോളിഡേയ്സ്. നിങ്ങളുടെ ഹോളിഡേയ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന പ്ലേസ് ഏതാണ്? ഷിംല ഈസ് ദ പ്ലേസ് വേർ ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ് മൈ ഹോളിഡേയ്സ്. ഓക്കെ, ഇനി അടുത്തത് എ മൂവി വിച്ച് യു റീസെൻ്റ്ലി വാച്ച്ഡ്. റീസെൻ്റായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ ഏതാണെന്ന്. ഐസൈറ്റ് ഈസ് ദ മൂവി വിച്ച് ഐ റീസെൻ്റ്ലി വാച്ച്ഡ്. ഏതാണെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, ഇതിലെന്താണ് ആ വേർഡ്സിൽ വരുന്ന ചേഞ്ചാണ്. ആ സംവൺ എന്നുള്ളിടത്ത് ആ ഫസ്റ്റ് വേർഡിൽ വരുന്ന ആ ചേഞ്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുതുമ്പോൾ. സംവൺ എന്നത് ഈസ് ദ വൺ ആയിട്ട് നമ്മൾ മാറ്റി എഴുതുന്നുണ്ട് അല്ലേ? അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇ ആണ്. അതെന്താ വരുന്നത്? കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഹൂ, വിച്ച് ഓർ ദാറ്റ്. ദി ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ അതുതന്നെയാണ് റിലേറ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഹൂ, വിച്ച്, ദാറ്റ്. ഈ 3 വേർഡ്സും യൂസ് ചെയ്തിട്ട് ഈ 3 വേർഡ്സിൽ ഏതെങ്കിലും ഈ 3 വേർഡ്സിൽ കറക്റ്റായത് യൂസ് ചെയ്തിട്ട് താഴെയുള്ളത് ഫില്ല് ചെയ്യാനാണ്. ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തത് എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചസ്. അപ്പോൾ ഹൂ അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എ ഡിക്ഷണറി. അത് പിന്നെ ബാക്കി എന്താ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? യൂസ്ഡ് ഫോർ റെഫറൻസ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡിക്ഷണറി ഈസ് എ ബുക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. ഓക്കെ, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാം കേട്ടോ. അവിടെ നമ്മൾ ദാറ്റ് ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ദിസ് ഈസ് ദ ഹൗസ്. ഇനി എന്താ ബ്രാക്കറ്റിൽ ജെയിൻ ബിൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽഡ്. ഓക്കെ, സിമ്പിളാണ്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് യൂസിങ് റിലേറ്റീവ് പ്രൊനൗൺസ്. എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? പെരിയാർ ഈസ് ദ റിവർ ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. പെരിയാറാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഒഴുകുന്ന റിവർ എന്നല്ലേ. ഇതിൽ ശ്രദ്ധിച്ചോ? ഇതിൽ കണ്ടില്ലേ റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പെരിയാർ ഈസ് ദ റിവർ ദാറ്റ് ഫ്ലോസ്, ദാറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഫ്ലോസ് നിയർ മൈ ഹൗസ്. ഇതുപോലെയാണ് താഴെയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെയിം ദി റിവർ ദാറ്റ് ഫ്ലോസ് നിയർ യുവർ ഹൗസ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന റിവർ, പുഴയുടെ പേരെന്താന്ന് എഴുതാനാണ്. ആൻസർ എങ്ങനെ എഴുതാം? ഏത് പുഴയാണെന്ന് വെച്ചാൽ അത് എഴുതാം കേട്ടോ. ഇവിടെ ഭാരതപ്പുഴ ഈസ് ദ റിവർ വിച്ച് ഫ്ലോസ് നിയർ മൈ ഹൗസ്. അവിടെ കണ്ടില്ലേ വിച്ച് ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? റിലേറ്റീവ് പ്രോനൗണ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി പേഴ്സൺ ഹൂം യു ലൈക്ക് ദ മോസ്റ്റ്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്നാണ്. ആരാണില്ല? രാഹുൽ ഈസ് ദ പേഴ്സൺ ഹൂം ഐ ലൈക്ക്ഡ് ദ മോസ്റ്റ്. അവിടെ കണ്ടില്ലേ ഹൂം വന്നിട്ടുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്റ്റോറി ദാറ്റ് യു റീസെൻ്റ്ലി റീഡ്. നിങ്ങൾ റീസെൻ്റായിട്ട് ഇപ്പോൾ അവസാനമായിട്ട് വായിച്ച സ്റ്റോറി ഏതാണെന്ന് എഴുതാം. പോളിയ ഈസ് ദ സ്റ്റോറി ദാറ്റ് ഐ റീസെൻ്റ്ലി റീഡ്. അവിടെ കണ്ടില്ലേ ദാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? റിലേറ്റീവ് പ്രൊനൗണായിട്ട്. ഇനി അടുത്തത്, നെയിം ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ യുവർ നൈബർഹുഡ്. നിങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ഓൾഡസ്റ്റ് ആയിട്ടുള്ള നല്ല ഏജ് ആയിട്ടുള്ള ആൾ ആരാണെന്ന് എഴുതാം. എന്താണെന്ന് വെച്ചാൽ പേരവിടെ ആഡ് ചെയ്യുക. നാരായണി ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ മൈ നൈബർഹുഡ്. ഹൂ ലിവ്സ് കണ്ടില്ലേ അവിടെ ഹൂ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈസി ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.